ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 14-ാം ഞായർ നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ സ്വന്തം ദേശത്ത് തിരസ്കരിക്കപ്പെടുകയാണ്. ഇവിടെ ഈ സ്വന്തം ദേശം എന്ന് പറയുന്നതിനാലും യേശുനാഥനെ അവിടെ ഉണ്ടായിരുന്നവർക്ക് പരിചിതമായിരുന്നതിനാലും അത് നസ്രത്താണെന്നാണ് വേദപണ്ഡിതന്മാരുടെ സാക്ഷ്യം. അപ്പോൾ നസ്രത്തിൽ യേശുനാഥൻ സ്വന്തക്കാരാൽ തിരസ്കരിക്കപ്പെടുകയാണ്. അതിൻ്റെ കാരണം യേശുനാഥൻ അവർക്ക് അറിയാവുന്നൊരു മനുഷ്യനാണ്. അവനിൽ നിന്ന് ഇത്രയേറെ നന്മകളും വചന വ്യാഖ്യാനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ലോകത്തെ മാറ്റിമറിക്കുന്ന സാധാരണക്കാരായ ചില മനുഷ്യരെക്കുറിച്ചാണ്. ഈ ലോകത്തെ മാത്രമല്ല, നമ്മുടെ ജീവിതം പോലും മാറ്റിമറിക്കുന്ന സാധാരണക്കാരായ ചില മനുഷ്യരുണ്ട്. യേശുനാഥൻ്റെ പ്രത്യേകത, യേശുനാഥൻ മനുഷ്യൻ എന്നതിനേക്കാൾ ഉപരി അവിടുന്ന് ദൈവമായിരുന്നു. ആ ദൈവത്തിൻ്റെ വലിയ മനസ്സ് സ്വന്തം ജനം എന്ന് പറയുമ്പോൾ ഇവിടെ യേശുനാഥൻ്റെ നാട് മാത്രമല്ല, അവിടുന്ന് വന്നത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനാണ്. ഈ ലോകം മുഴുവനും അവിടുത്തെ ജനമാണ്. അപ്പോൾ സ്വന്തം ജനങ്ങളെ രക്ഷിക്കാനായി അവിടുന്ന് മനുഷ്യനായി അവതരിക്കുകയാണ്. ആ അവതാര ലക്ഷ്യം തന്നെ ഈ ലോകത്തെ ദൈവത്തോട് അടുപ്പിക്കുക എന്നായിരുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് പിന്നീട് ഈ ഭൂമിയിൽ തിന്മകളാൽ നിറഞ്ഞു പോയ മനുഷ്യരെ മാത്രമല്ല, മറ്റു മനുഷ്യരുടെ തിന്മകൾ കാരണം അവഗണിക്കപ്പെട്ടിരുന്നവരും പീഡനം അനുഭവിക്കപ്പെട്ടിരുന്നവരുമായ രോഗികളും പീഡിതരും ഒക്കെ ആയ മനുഷ്യരെ നന്മയിലേക്കും സൗഖ്യത്തിലേക്കൊക്കെ കൊണ്ടുപോകാനാണ് യേശുനാഥൻ വന്നത്. അപ്പോൾ അവിടുത്തെ ആഗമനം ഈ ലോകത്തെ മുഴുവൻ ഉദ്ധരിക്കുക എന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന യേശുനാഥൻ വന്നതൊരു സാധാരണ മനുഷ്യനായിട്ടാണ്. അപ്പോൾ ഈ ലോകത്തെ മാറ്റിമറിച്ചവരൊക്കെ അസാധാരണമായ മനുഷ്യരല്ല. സാധാരണമായ മനുഷ്യർ അസാധാരണമായ രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ ലോകം ഇത്രമാത്രം നന്മ നിറഞ്ഞതായി മാറിയത്. ഈ തിന്മകളുടെ ഇടയിലും ഈ ലോകം ഇന്നും നന്മയാൽ നിലനിൽക്കുന്നത് അങ്ങനെയുള്ള ചില മനുഷ്യരെ കൊണ്ടാണ്. എന്നാൽ യേശുനാഥനെ സ്വന്തം ജനം തിരസ്കരിച്ചത് അവിടുത്തെ ഒരു സാധാരണ മനുഷ്യനായിരുന്നത് കൊണ്ടാണ്. അവർക്കൊക്കെ അറിയാവുന്ന, അവരിടയിൽ വളർന്ന ഒരു മനുഷ്യൻ, അവനിലെ നന്മകൾ അവർ സ്വീകരിക്കാതെ പോവുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു സൂചനയാണ്. യേശുനാഥനെ കുറിച്ച് മാത്രമല്ല, യേശുനാഥൻ്റെ മനസ്സ് പേറുന്ന ചില മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ടാവും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒത്തിരിയധികം ബുദ്ധിമുട്ടുന്ന കുറേയേറെ മനുഷ്യരുണ്ടാവും. അവരെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കേണ്ടത്. ദൈവത്തെ തിരസ്കരിക്കുന്നതിനെക്കുറിച്ച് മാത്രം ധ്യാനിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇത് ധ്യാനിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ തിരസ്കരിക്കുന്നുണ്ട്, ദൈവത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പോകുന്നതല്ല ഇന്നത്തെ സുവിശേഷം സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള കുറേ മനുഷ്യർ ഈ ലോകത്ത് തിരസ്കരിക്കപ്പെടുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പണി ചെയ്തിട്ടും അവരെക്കുറിച്ചൊരു ചിന്ത പോലും ഇല്ലാതെ തിരസ്കരിക്കുന്ന ചില ഭവനങ്ങളുണ്ട്. ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ചില രാജ്യങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒത്തിരിയധികം ജീവിതത്തിൻ്റെ പകുതിയിലധികവും പാടുപെട്ട് അവർക്ക് വേണ്ടി, സഹായത്തിന് വേണ്ടി ജീവിച്ചിട്ടും അവഗണിക്കപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ട്. പക്ഷേ ഈ അവഗണനകളൊക്കെയും ആ മനുഷ്യരെ ബാധിക്കുന്നില്ല. യേശുനാഥനെ നമ്മളിന്ന് കാണുന്നത്, അവൻ സ്വന്തം ദേശത്ത് വരുന്നു, അവൻ വചനം വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ട് അവനെതിരെ തിരസ്കാരവുമായി എഴുന്നേറ്റ് വരുന്ന സ്വന്തം ജനത്തെ കാണുന്നു. അപ്പോൾ അവൻ അവിടെ ഒത്തിരിയധികം നന്മകൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് സുവിശേഷം അടയാളപ്പെടുത്തുന്നു. പക്ഷേ അത് ഒരു നെഗറ്റീവ് സൂചനയിലല്ല സുവിശേഷം അവസാനിക്കുന്നത്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അവൻ മറ്റിടങ്ങളിലേക്ക് ചുറ്റി സഞ്ചരിച്ച് നന്മകൾ ചെയ്തു എന്നാണ്. അവൻ്റെ നന്മകളെ തടയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ തിരസ്കരണങ്ങൾ ചില മനുഷ്യരെ നന്മയിൽ നിന്ന് അകറ്റുന്നില്ല, അവരെ വീണ്ടും നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. അവരെയൊക്കെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള മനുഷ്യരാണ്. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ള മനുഷ്യരാവുക എന്നാണ്. അവഗണനകളുണ്ടായാലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് പോകുക. കാരണം നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മനസ്സാണ്, ആ മനസ്സ് നിങ്ങൾ കളയുന്നത്. അപ്പോൾ ഈ വചനം ഓർമ്മിപ്പിക്കുന്നതും അങ്ങനെ അവഗണനകളെ ഏറ്റുവാങ്ങുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്, അവർക്കുള്ള ഒരു സൂചനയാണ് സുവിശേഷം നൽകുന്നത്. നിങ്ങൾ നഷ്ടധൈര്യരായി മാറരുത്. നിങ്ങൾ ഒത്തിരിയേറെ നന്മകൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടും നിങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ല എന്ന സങ്കടം നിങ്ങളെ തകർത്തരുത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സ് പേർന്നവരാണ്. നിങ്ങൾ ചെയ്യുന്ന നന്മകളുമായി മുന്നോട്ട് പോവുക. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതത്തിലെ വളരെ മനോഹരമായൊരു രംഗമുണ്ട്. അദ്ദേഹം ഒരു പാറപ്പുറത്തിരിക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത് ചെറിയൊരു വെള്ളത്തിനകത്ത് ഒരു ജീവി വീണ് കിടക്കുകയാണ്. അത് മനുഷ്യരെ ഉപദ്രവിക്കുന്ന തേളാണ്. അപ്പോൾ ആ തേളിനെ അദ്ദേഹം സഹായിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം സഹായിക്കുമ്പോഴെല്ലാം തേൾ അദ്ദേഹത്തെ കുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ തേള് തൻ്റെ ബാക്കിലെ വാലുപയോഗിച്ച് കുത്തുകയാണ്. അപ്പോൾ ഈ കുത്ത് അദ്ദേഹത്തിന് കിട്ടുമ്പോഴും അദ്ദേഹം വീണ്ടും വീണ്ടും കൈ കുടഞ്ഞിട്ട് ഈ തേളിനെ രക്ഷിക്കാനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ടുവരുന്ന ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഗുരു, എന്ത് വിഡ്ഢിത്തമാണ് അങ്ങ് കാണിക്കുന്നത്? അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങേ കുത്തിക്കൊണ്ടിരിക്കുന്ന ഈ തേളിനെ സഹായിക്കാൻ പോകുന്നത്? അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, കുത്തുക എന്ന് പറയുന്നത് തേളിൻ്റെ സ്വഭാവമാണ്, പക്ഷെ അതിനെ രക്ഷിക്കുക എന്നുള്ളത് മനുഷ്യനായ എൻ്റെ കടമയാണ്, അതാണ് ഞാൻ ചെയ്യുന്നത്. ഇത്
പ്രാവർത്തികമാക്കുന്ന ചില മനുഷ്യരാണ് ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ മുഖം പേറുന്നവർ. ഒത്തിരിയേറെ നന്മകൾ ചെയ്യുന്നു, തിരസ്കരണം കിട്ടുന്നു, പക്ഷെ എങ്കിലും ആ മനുഷ്യരെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്ന ചില നന്മയുള്ള മനുഷ്യർ. അപ്പം അങ്ങനെയുള്ള മനുഷ്യരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ചെയ്യുന്ന നന്മയിൽ ഇളവ് വരുത്തരുത്. നിങ്ങൾ നന്മകൾ ചെയ്തു, കാരണം നിങ്ങളെപ്പോലെയുള്ളവരാണ് ഈ ലോകത്തെ ഇത്രമാത്രം നന്മയുള്ളതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. 1988 BBC ചാനലിൽ ഒരു പരിപാടി അവർ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിന് ഒരു മനുഷ്യനെ അവർ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ലോകത്ത് ഒത്തിരി അറിയപ്പെടാതിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് നിക്കോളാസ് വിൻഡൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ അദ്ദേഹം ആ പ്രോഗ്രാമിൽ ക്ഷണിക്കപ്പെട്ടു. ഒത്തിരിയധികം ചെറുപ്പക്കാരാണ്. അന്ന് അദ്ദേഹത്തിന് ഒത്തിരിയധികം പ്രായമുണ്ട്. അദ്ദേഹം 1909 ജനിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ ഒത്തിരിയധികം പ്രായമുള്ള മനുഷ്യനാണ് ചുറ്റിരിക്കുന്നത്. ഇദ്ദേഹം ഒരു വീൽ ചെയറിൽ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഈ മനുഷ്യനെ ഒത്തിരിയധികം സ്നേഹത്തോടെ നോക്കുകയും തൊടുകയും അദ്ദേഹത്തെ പുഞ്ചിരിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് ചരിത്രം അന്നേ വരെ മറഞ്ഞിരുന്ന ഒരു രഹസ്യം വെളിപ്പെടുത്തിയത്. അതായത് 2ാം ലോക മഹായുദ്ധ കാലത്ത് ചെക്കോസ്ലോവാക്യയിൽ 669ഓളം കുഞ്ഞുങ്ങളെ രക്ഷിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി സ്പോൺസേഴ്സിനൊക്കെ കണ്ടുപിടിച്ച ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അതുവരെ. ഈ നിക്കോളാസ് വിൻഡൻ എന്ന് പറയുന്ന മനുഷ്യൻ 669 കുഞ്ഞുങ്ങളെ 2ാം ലോകമായത് കൂടുതലും യഹൂദ കുഞ്ഞുങ്ങളായിരുന്നു. അവർ മരണത്തിൻ്റെ വക്കിലാണെന്നറിഞ്ഞ് ഇദ്ദേഹം ഒത്തിരിയധികം പാടുപെട്ട് ആ നാസി പട്ടാളത്തിൻ്റെയും ജർമ്മൻ പട്ടാളത്തിൻ്റെയൊക്കെ കണ്ണു വെട്ടിച്ച് ഈ കുഞ്ഞുങ്ങളെല്ലാം അദ്ദേഹം രക്ഷിക്കുകയായിരുന്നു. അതാരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഇതിൻ്റെ പേരിൽ ഒത്തിരിയധികം തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, ഒത്തിരിയധികം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം ഇതെല്ലാം സഹിച്ച് ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി. അദ്ദേഹം അവരെ എല്ലാം സുരക്ഷിതമാക്കി. ഈ 669 കുഞ്ഞുങ്ങളാണ് അന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തത്. അവർ വളർന്നു, അവർക്ക് മക്കളായി. അവരുടെ മക്കളോടൊപ്പം അവർ വന്നത് ഈ മനുഷ്യൻ അവരുടെ ജീവിതത്തെ രക്ഷിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്താനാണ്. അപ്പം ഇത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ആരും അറിയാത്ത രഹസ്യമായിരുന്നു ഇതൊക്കെ ചെയ്ത ഈ വലിയ നന്മ. പക്ഷേ ഇദ്ദേഹം ക്രിസ്തുവാണ്. തിരസ്കരണങ്ങളുടെ ഇടയിലും നന്മകൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. 1-2 അല്ല, 669 ജീവനുകളെ അദ്ദേഹം രക്ഷിച്ച് ഈ ഭൂമിയിലെ മനോഹരമായ ജീവിതത്തിനെ സാക്ഷിയാക്കിയത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നന്മ ചെയ്യണമെന്നുള്ള ആ വലിയ ത്വര ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ള മനുഷ്യർക്കുണ്ടാവുന്നതാണ്. ഇപ്പോൾ ക്രിസ്തു തടസ്സങ്ങൾക്കിടയിലും ദൈവം മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിക്കുകയും അവൻ ചെയ്ത നന്മ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുന്നത് പോലെ നമ്മളും നന്മ തുടരുന്ന മനുഷ്യരെ വരണം. തിരസ്കരണങ്ങൾ സ്വാഭാവികമാണ്. കാരണം തേളിൻ്റെ സ്വഭാവമുള്ള മനുഷ്യർ ഈ ലോകത്ത് ഒത്തിരി അധികമാണ്. നമ്മുടെ നന്മകളിൽ കുറ്റം കണ്ടുപിടിക്കാനും ആരോപിക്കാനും ഒക്കെ ഒത്തിരിയധികം പേര് വന്നേക്കാം. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് ക്രിസ്തു പോലും തിരസ്കരണങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആരാണ്? അവന് പോലും തിരസ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കേവലം മനുഷ്യനാണ്, എനിക്ക് കുറവുകളുണ്ട്, അതിൻ്റെ പേരിലും എനിക്ക് തിരസ്കരണങ്ങൾ ഉണ്ടാകും. പക്ഷേ കുറവുകളില്ലായിരുന്ന യേശുനാഥനെ പോലും അവർ തിരസ്കരിച്ചുവെങ്കിൽ എൻ്റെ തിരസ്കരണങ്ങളെ ഞാൻ വലുതായി കാണേണ്ടതില്ല. നന്മ ചെയ്യാനുള്ളൊരു പ്രേരണയാണ് ഇന്നത്തെ സുവിശേഷം എൻ്റെ ജീവിതത്തിൽ. നന്മകൾ ചെയ്യുമ്പോൾ തിരിച്ച് നന്മ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നന്മകൾ ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ ബാക്കിപത്രമായി ഈ ജീവിതത്തിലേക്ക് നമ്മൾ മാറുക. അപ്പോൾ മാത്രമല്ല, സുവിശേഷം ഇവിടെ അവസാനിപ്പിക്കരുത്. നമ്മൾ നന്മ ചെയ്ത മനുഷ്യരായി മാറുന്നതിൽ മാത്രമല്ല കാര്യം, നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഇന്ന് നമ്മളെ നാമായിരിക്കുന്നത് ചില മനുഷ്യരുടെ ജീവിതം അവർ ഹോമിച്ചതുകൊണ്ടാണ്. അങ്ങനെയുള്ള മനുഷ്യരെ തിരസ്കരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ. ഒരു കുടുംബത്തെ സംബന്ധിച്ച് അമ്മയും അപ്പനും ഒക്കെ ആയിരിക്കാം. മാത്രമല്ല, ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട ഇടങ്ങളിൽ ചില സഹോദരങ്ങൾ, ചില ജ്യേഷ്ഠന്മാർ, ചില മൂത്ത ചേച്ചിമാർ, ഇവരൊക്കെ ഒത്തിരിയധികം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടും. ഇവരുടെയൊക്കെ കഷ്ടങ്ങൾ അറിയാതെ പോകുന്നുണ്ട്, എന്നിട്ടും തിരസ്കരണങ്ങൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ ഇന്ന് ഓർക്കണം. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള മനുഷ്യരാണെന്ന് ഓർക്കും. നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. തിരസ്കരണങ്ങൾക്കിടയിൽ ഒരു നല്ല വാക്ക് പോലും കേൾക്കാതെയും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കും ഒത്തിരിയധികം മനുഷ്യരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഓർക്കാം. നമുക്ക് ഇടവകയെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇടവകയാക്കിയ വൈദികർ, സന്യസ്തർ, ചില സാമൂഹ്യ പ്രവർത്തകർ, അപ്പോൾ ഇവരെയൊക്കെ ഓർക്കുക. ഇവരൊക്കെ ക്രിസ്തുവിൻ്റെ മനസ്സാണെന്ന് ഓർക്കുക. അവർ നിഷ്കാമ കർമ്മയാണ്. അവർ ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിർത്താതെ വീണ്ടും തുടർന്നുകൊണ്ടേ പോകുന്ന മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക് ഈ ബലിയിൽ. യേശുനാഥൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.